Hello dear children, welcome to Kids Area Online. 4ാം ക്ലാസ്സിൽ EVS എക്സാം ആയിരുന്നു, പരിസര പഠനം. എക്സാം ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സുകളാണ്, ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വരിക. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799. ഓക്കെ, 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആർട്ട് ഫോംസ് ആണ്. യു ആർ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് ആർട്ട് ഫോംസ് ഫ്രം യുവർ എൻവയോൺമെന്റൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. റൈറ്റ് ദ നെയിം ഓഫ് ദ ആർട്ട് ഫോം ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള ആർട്ട് ഫോമിന്റെ പേരുകൾ എഴുതുക. അറിയായിരിക്കുമല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ കൂടിയാട്ടം. ഫസ്റ്റ് വൺ ഏതാണ്? കൂടിയാട്ടമാണ് ഫസ്റ്റ് വൺ. കൂടിയാട്ടം. ഓക്കെ, കൂടിയാട്ടമാണ് ഫസ്റ്റ് വൺ. കൂടിയാട്ടം. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയായിരുന്നോ? രണ്ടാമത്തേത് മാർഗം കളിയാണ്. രണ്ടാമത്തേത് മാർഗം കളിയാണ്. രണ്ടാമത്തേത് മാർഗം കളി. ഓക്കെ, മാർഗം കളിയായിരുന്നു രണ്ടാമത്തേത്. മൂന്നാമത്തേത് ദഫ്മുട്ടാണ്. മൂന്നാമത്തേത് ദഫ്മുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എ ക്വസ്റ്റ്യന്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ട് ഫോം യൂസസ് തപ്പ് as its main instrument. തപ്പ് മെയിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ദഫ്മുട്ടാണ്. ഏതാണ്? ദഫ്മുട്ടാണ് തപ്പ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തപ്പ് മെയിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദഫ്മുട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആണല്ലോ എല്ലാവർക്കും. അതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കഥകളി. കഥകളിയെ കുറിച്ചുള്ള തെറ്റായ സെൻസ് ഏതാണ്? കഥകളി ക്യാൻ ബി ലേൺ ഓൺലി ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ശരിയാണ്. കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ്. ശരിയാണ്. ദിസ് ആർട്ട് ഫ്രം മോക്സ് അറ്റ് ദ ഈവിൽസ് ഓഫ് ദ സൊസൈറ്റി. ആണോ? നോ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സി ആണ്, ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് എക്സ്പെരിമെന്റ് ആൻഡ് ഫൈൻഡ്. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയാലോ. ബലൂൺ ഉണ്ട്, ബോട്ടിലുണ്ട്. ബലൂണിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ബോട്ടിലാണ്. ബോട്ടിലിനെ തിരിച്ചു വെക്കുകയാണ്. തിരിച്ചു വെക്കുമ്പോൾ ബലൂണിലെ വെള്ളം എല്ലാം എവിടെ വരുന്നു? ബോട്ടിൽ വരുന്നു. ബലൂണിന് എന്ത് സംഭവിക്കും? പഠിച്ച എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതാണ് എഴുതുക. എന്താ? ബലൂൺ ഈസ് നോട്ട് ഷ്രിങ്കിങ്. ബലൂൺ ചുരുങ്ങോ? ഇല്ല. കാരണം എന്താ? ഈ ബലൂണിലുള്ള എയർ, ദ എയർ ഇൻ ദ ബോട്ടിൽ ഫിൽസ് ദ ബലൂൺ. ബോട്ടിൽ ഉണ്ടായിരുന്ന എയർ എവിടെ ഫില്ലായി? ഈ ബലൂണിൽ ഫില്ലായത് കൊണ്ട് ബലൂൺ എന്ത് ചെയ്തില്ല? ചുരുങ്ങിയില്ല. നോട്ട് ഷ്രിങ്കിങ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. Okay, and B question, which of the following situations prove that air has the ability to spread? എയറിൽ സ്പ്രെഡ് ആവുന്നതിനുള്ള ഉദാഹരണം ഏതാ? ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ ഫ്ലവർ സ്പ്രെഡിങ്. മുല്ലപ്പൂവിന്റെ മണം സ്പ്രെഡ് ചെയ്യുന്നത്, എയർ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ അതിനുള്ള എക്സാമ്പിൾ ആണ്. മൂൺ ഇൻ ദ ഡേ. മൂൺ എങ്ങനെയാണ്? റൈറ്റ് ഡൗൺ ഹൗ ഡസ് ദ മൂൺ ഷൈൻ. മൂൺ എങ്ങനെ ഷൈൻ ചെയ്യുക? മൂണിന് തിളങ്ങാനുള്ള കഴിവുണ്ടോ? ഇല്ല. പിന്നെ എന്താ ചെയ്യുക? സൂര്യപ്രകാശം മൂണിന്റെ മേൽ തട്ടിയിട്ട് അത് പ്രതിഫലിക്കുന്നതാണ് എന്താ? ടീച്ചർ പഠിപ്പിച്ചായിരുന്നു മൂൺ ഷൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് എഴുതിയല്ലോ എല്ലാവരും. അതിന്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കോൾ ദ നൈറ്റ് വെൻ ദർ ഇസ് നോ മൂൺ അറ്റ് ആൾ? മൂണിനെ കാണാത്ത ദിവസത്തെ എന്താ പറയാ? കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയും. കറുത്തവാവ് എന്ന് എഴുതിയാലും ശരിയാണ്. അതുപോലെ ന്യൂ മൂൺ ഡേ എന്ന് എഴുതിയാലും ശരിയാണ്. കറുത്തവാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് എഴുതിയാലും ശരിയാണ്. അമാവാസി എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, കറുത്തവാവ്, ന്യൂ മൂൺ ഡേ, അമാവാസി ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുക. കറുത്തവാവ്. ഇനി ആ കറുത്തവാവിന്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സണ്ണാണ്. സണ്ണിന്റെ ഇടയ്ക്ക് എന്താ വരിക? മൂണാണ് വരിക. എന്താ വരിക? മൂൺ വരും. അത് കഴിഞ്ഞ് എന്താ വരിക? എർത്താണ് വരിക. അപ്പോൾ ഇതിവിടെ എഴുതുക. ഇവിടെ എന്താണ്? മൂണാണ് വരിക. ഇവിടെ എർത്താണ് വരിക. ഓക്കെ, അപ്പൊ കറുത്ത വാവാണെങ്കിൽ എന്താ? എർത്തിന്റെ ആ ഭാഗം എന്തായിരിക്കും? എർത്തിന്റെ ഭാഗം ബ്ലാക്ക് ആയിരിക്കും. എർത്തിന്റെ ഭാഗമാണ് ബ്ലാക്ക് ആക്കാനുള്ളത്. അപ്പോഴാണ് കറുത്ത വാവ്. ഭൂമിയിൽ കറുത്ത വാവായിട്ട് കാണുന്നത് എപ്പോഴാണ്? എർത്തിന്റെ ഭാഗം ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോഴാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തുവല്ലോ. യെസ്.
ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് വിച്ച് കോസ്ഡ് ഡേ ആൻഡ് നൈറ്റ്. എർത്തിന്റെ എന്ത് കാരണമാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്? റൊട്ടേഷൻ, ഭ്രമണം. എന്താണ്? ഭ്രമണം, റൊട്ടേഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്. ക്ലാസിഫൈ ദ ഒബ്ജെക്ട്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഗ്യാസ് ഉണ്ട്, പിന്നെ അടുത്ത് എന്താ ഉള്ളത്? ഓക്സിജൻ ഗ്യാസ് ആണ്. പെട്രോൾ എന്താ വരിക? പെട്രോൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ എഴുതാനുള്ളത്? ലിക്വിഡ്, ദ്രാവകം. എന്താണ് എഴുതാനുള്ളത്? ലിക്വിഡ്, ദ്രാവകമാണ് ഇവിടെ എഴുതാനുള്ളത്. ട്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ട്രീയുടെ നേർക്ക് എന്താ? സോളിഡ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം. ഓക്കെ, അപ്പൊ ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. വാതകം, ദ്രാവകം, ഖരമാണ്. ഇനി ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിന്റെ താഴെ എഴുതുക, ദ്രാവകം ലിക്വിഡ് ആണെങ്കിൽ സോളിഡ് ആണെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ഇത് അറിയായിരിക്കുമല്ലോ. എന്തായിരിക്കും ഇവിടുത്തെ ആൻസേഴ്സ് വരിക? പെട്രോൾ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. മിൽക്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഓക്കെ, സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. ട്രീ എന്ന് പറയുന്നത് സോളിഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. സ്മോക്ക് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. കോക്കനട്ട് ഓയിൽ ലിക്വിഡ് ആണ്. ഓക്സിജൻ ഗ്യാസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സോളിഡ് ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് വെള്ളമാണ്. വാട്ടർ വേപ്പർ വെള്ളം, ലിക്വിഡ് ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. നീരാവിയായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ഗ്യാസ് ആണ് കേട്ടോ. ഗ്യാസ് ആണ് വരും. ഓക്കെ, ഗ്യാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫീച്ചർ ഓഫ് വാട്ടർ മേക്ക് എ വാട്ടർ വീൽ റൊട്ടേറ്റ്. വെള്ളത്തിന്റെ എന്തുകൊണ്ടാണ് വാട്ടർ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ്, ശക്തി കൊണ്ടാണ്. ആക്ടിവിറ്റി 5 പോകാം. ആക്ടിവിറ്റി 5. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ കേരള ആൻഡ് ദെയർ സ്പെഷ്യാലിറ്റീസ് ആർ ഗിവൺ ബിലോ. മാച്ച് ദ ഫോളോയിങ്. മാച്ച് ചെയ്യാനാണ്. നമുക്കറിയാം, തട്ടേക്കാട് എന്ന് പറയുന്നത് ബാറ്റ് സാങ്ച്വറി ആണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് സീപോർട്ടാണ്. മൂന്നാർ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സൈലന്റ് വാലി എന്ന് പറയുന്നത് നാഷണൽ പാർക്കാണ്. ഓക്കെ, ഡാഷ് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ ഏതാണ്? പെരിയാർ. പെരിയാർ ആണ് ആൻസർ, പെരിയാർ. ഓക്കെ, എല്ലാവരും ആക്ടിവിറ്റി 5 കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് ഫ്രണ്ട്സ് വിത്ത് വിങ്സ്. ഇവർ ഓരോരുത്തരുടെയും പേരെഴുതുക, എന്നിട്ട് ഈ ബേർഡ്സിന്റെ ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തിനൊക്കെ സഹായിക്കുന്നു എഴുതുക. ഇത് നമുക്കറിയാം, എന്താണ്? തത്തയാണ്, പാരറ്റ്. പാരറ്റ് തത്തയാണ്, പാരറ്റ് തത്ത. ഇത് നമുക്കറിയാം. വുഡ്പെക്കർ. വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ മരം കൊത്തിയാണ്. വുഡ്പെക്കർ മരം കൊത്തിയാണ്. മൂന്നാമത്തത് ഹമ്മിങ് ബേർഡാണ്. ഹമ്മിങ് ബേർഡാണ് മൂന്നാമത്തത്. നാലാമത്തതാണ് എല്ലാവർക്കും സംശയം വരുന്നത്, താമരക്കോഴി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ജാക്കാന. ജാക്കാന അല്ലെങ്കിൽ താമരക്കോഴി എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇപ്പൊ എല്ലാവരും എല്ലാ ഉത്തരവും ശരിയായിട്ട് എഴുതിയല്ലോ. ഇതെന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതിന്റെ ഓരോ എന്താണ് സഹായിക്കുന്നത്, ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സും എന്തിന്റെ കാൽ എന്തിനു സഹായിക്കുന്നു, അതിന്റെ ചുണ്ട്, മരംകൊത്തിന്റെ ചുണ്ടാണല്ലോ, ബീക്കാണല്ലോ കൊത്താനായിട്ട് സഹായിക്കുന്നത്. അതൊക്കെ ചേർത്ത് എഴുതാൻ, ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പക്ഷികളെ കുറിച്ചുള്ളത്. ഓക്കെ, ഇതായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം EVS ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.